ഒന്നിനു പിന്നാലെ ഒന്ന് എന്ന അവസ്ഥയാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടേത്. ചുരുക്കി പറഞ്ഞാൽ വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന അവസ്ഥ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അക്കാദമിക്കെതിരെ പണത്തിന്റെ പേരിലാണ് വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇന്ന് പാട്ടാണ് പ്രശ്നം. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ട് തന്നെ അപമാനിച്ചുവെന്നാണ് ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം താൻ അപമാനിതനായ വിഷയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരള ഗവൺമെന്റിന് എക്കാലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കേരള ഗാനം എഴുതിക്കൊടുക്കണമെന്ന് അക്കാദമി സെക്രട്ടറിയായ അബൂബക്കർ ആവശ്യപ്പെട്ടുവെന്നും, എന്നാൽ ക്ഷണം നിരസിച്ച താൻ അക്കാദമി സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നിർബന്ധത്തിന് പിന്നാലെയാണ് ഗാനം എഴുതിക്കൊടുത്തതെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. ഗാനം എഴുതി നൽകിയ ശേഷം അക്കാദമിയിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചില്ല. ശേഷം കേരള ഗാനം ക്ഷണിക്കുന്നുവെന്ന് ചാനലുകളിൽ പരസ്യം കണ്ടപ്പോഴാണ് അപമാനിതനായെന്ന് തിരിച്ചറിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി ഉത്തരം പറയണമെന്നുമാണ് അദ്ദേഹം പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. വിഷയം ആളിക്കത്താൻ തുടങ്ങിയതും അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ നിർവാഹമില്ലാതെ രംഗത്തെത്തി. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്നും ഗാനത്തിൽ ക്ലീശേ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാട്ടിൽ തിരുത്തൽ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്നുമാണ് പ്രസിഡന്റ് നൽകിയ വിശദീകരണം. ഗാനലോകത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെയല്ല, മറിച്ച് ഒരു പ്രത്യേക ഗാനത്തെ മാത്രമാണ് നിരാകരിച്ചതെന്നും പാട്ട് നിരാകരിച്ച കാര്യം സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. കേരള ഗാന വിവാദത്തിൽ ശ്രീകുമാരൻ തമ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് സംഭവത്തിൽ മന്ത്രി പ്രതികരിച്ചത്. മാത്രമല്ല, ചുള്ളിക്കാടുമായി സംസാരിച്ചെന്നും മറ്റ് കലാകാരന്മാർക്ക് ലഭിക്കുന്ന സഹായവും ബഹുമാനവും സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്നും അക്കാര്യം സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ശ്രീകുമാരൻ തമ്പിക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് ഗാനരചയിതാവ് BK ഹരിനാരായണൻ പറഞ്ഞത്. BK ഹരിനാരായണന്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചിരുന്നത്. ഇന്നലെയാണ് കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നടനും സാഹിത്യകാരനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തിയത്. സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ തനിക്ക് 2400 രൂപയാണ് പ്രതിഫലമായി നൽകിയതെന്നും ചെലവായത് 3500 രൂപയാണെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. നിരവധി ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും വഴിയൊരുക്കിയ വെളിപ്പെടുത്തൽ അക്കാദമിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെങ്കിലും ഒരു വിധത്തിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ വിഷയം ഒതുക്കി തീർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ അങ്ങനെയല്ല. സംഗതി ഗുരുതരമാണ്. എന്തായാലും പോസ്റ്റിന് പിന്നാലെ അക്കാദമിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇതിനോടകം ഉയർന്നിരിക്കുന്നത്. ഒരു പ്രതിഭാശാലിയെ സാഹിത്യ അക്കാദമി അവഹേളിച്ചതിൽ വളരെ വിഷമം തോന്നുന്നുവെന്നും കഴിവില്ലാത്തവരുടെ കൂട്ടത്തിൽ കഴിവുള്ളവർക്ക് എന്ത് മൂല്യമെന്നും യേശുദാസിന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് ആകാശവാണി പാട്ടുകൾ നിരാകരിച്ചത് ഓർമ്മ വരുന്നുവെന്നും തുടങ്ങി കമന്റുകൾ നീണ്ടുപോകുന്നു. ചുള്ളിക്കാട് ഉന്നയിച്ചത് പണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ന് പാട്ടുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സത്യത്തിൽ പണമോ പാട്ടോ അല്ല ആരോപണം ഉന്നയിച്ച രണ്ടുപേരുടെയും പ്രശ്നം. അക്കാദമിയുടെ സമീപനമാണ് ഇരുവരെയും പ്രകോപിപ്പിച്ചത്. പ്രതിഭകളുടെ വലിപ്പമറിയാതെയുള്ള പെരുമാറ്റം അക്കാദമി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഈ രണ്ട് ആരോപണങ്ങൾക്ക് പുറകിലുള്ളതെന്ന് വളരെ വ്യക്തമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.